എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു 15 വയസ്സുള്ള കുട്ടിക്കുള്ളതാണ്. ഇതിൽ തുണി 3.5 മീറ്ററാണ്. ലൈനിങ്ങും അതേപോലെ 3.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സാറ്റിൻ്റെ തുണിയാണ്. ഒരു 43 ഇഞ്ച് 44 ഇഞ്ച് വീതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലൈനിങ്ങിൽ ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സിബാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കി എടുക്കുക. അതായത് ഈ 1 ഇഞ്ചിനൊപ്പം മടക്കുക. അപ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഷോൾഡർ വേണ്ടത് 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ വീതി 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ചെസ്റ്റ് വന്നിട്ട് ഏകദേശം 32 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച്, ഒരു 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. സിബ് വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസ് അധികം കൊടുക്കണ്ട. ബാക്കി 1.5 ഇഞ്ച് നമുക്ക് തയ്യെത്തുമ്പോൾ ഇടാം. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.25 ഇഞ്ച്. 1 ഇഞ്ചിൻ്റെ ഇവിടെ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട്, അതായത് പ്രിൻസസ് കട്ടാണ്. പിന്നെ 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ 7 ഇഞ്ചാണ് വേണ്ടത്. കറക്റ്റാണിത്. ഇനി ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ 4 ഭാഗം 32ൻ്റെ 4 ഭാഗം 8 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന്, അങ്ങനെ 8 ഇഞ്ച് താഴെ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 8 ഇഞ്ച് താഴെയാണ് ഇതിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് വരുന്നത്. ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇത് സാറ്റിൻ തുണിയായതുകൊണ്ട് പ്രിൻസസിൻ്റെ ഷേപ്പിൽ അടിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്ക് ഇതിൽ കട്ട് ചെയ്യാം. 3.25 ഇഞ്ച് വീതി, 3 ഇഞ്ച് ഇറക്കം. ഇനി ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് പഫ് സ്ലീവാണ്. അതിനുശേഷം നമുക്ക് വേണ്ട ഇറക്കം 9 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ 2 സൈഡിലേക്കും കൂടെ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇതിങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് എടുക്കുക. ഇവിടെ ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഫുൾ ലൂസ് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്കർട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ ക്രോസിൽ മടക്കിയിടുക. ഇവിടെ നമുക്ക് വേസ്റ്റ് വേണ്ടത് 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് വരുന്നിടത്തൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ എത്രയുണ്ട് നോക്കുക. ഇതേപോലെ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് മേലേക്ക് തയ്യെത്തുമ്പോൾ എടുക്കുക. ഇനി നമുക്കിതിൽ ഇറക്കം വേണ്ടത് 54 ഇഞ്ച് വേണം. ഫുൾ ലെങ്ത്താണ്. 13.5 ഇഞ്ച് നമുക്ക് യോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 13 ഇവിടെ വയ്ക്കുക. 4 ഇഞ്ചിന്
ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് 52 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ലൈനിങ് ആയതുകൊണ്ട്. അതിനുശേഷം ഇവിടെ ആകെ നീളം അളക്കുക. ഇതേപോലെ ഇവിടെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് ബാലൻസ് തുണിയുണ്ട്. ഇത് 2 പീസായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിവിടെ ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ വയ്ക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് മടക്കി കൊടുക്കാനാണ്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് നേരത്തെ പോലെ കട്ട് ചെയ്യാം. നമുക്ക് ഈ ലൈനിങ് വെച്ച് തന്നെ ഇത് കട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഒരു 1/2 ഇഞ്ച് ചോട്ടിൽ മടക്കടിക്കാനാണ്. ഇതിലൊരു പീസ് ജോയിൻ ചെയ്താൽ മതി. ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ കരഭാഗം ആകുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് വ്യത്യാസം വരും. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് റെഡിയാക്കാം. ഈ ടെക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്കും കൂടെ ഒന്ന് ആക്കാം. അപ്പോൾ ഈ ടെക്ക് ഇതേപോലെ ഈ സൈഡിലേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതുവരേക്കും ഒരു തയ്യലിടുക. അതിനുശേഷം നമുക്കിതിൻ്റെ കഴുത്തടിക്കാം. കഴുത്ത് ഇതേപോലെ ചതുരക്കഴുത്താണ്. 8 ഇഞ്ച് വീതി, ഇറക്കം വന്നിട്ട് 4.5 ഇഞ്ച്. അപ്പോൾ ഇതേപോലെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് എടുത്തിട്ട് സൈഡ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ താഴേക്ക് വെച്ച് അടിക്കുക. അതിനുശേഷം ഈ അടിച്ച് കൂടെ അടിച്ചെടുക്കുക. അതിനുശേഷം അതേപോലെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ഈ കോർണറിലൊന്ന് കട്ട് ചെയ്യുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടാം. ഇനി ഇത് ഈ ലൈനിങ്ങിലേക്ക് ചേർത്തടിക്കാം. അപ്പോൾ ഇതുപോലെ കഴുത്ത് ലൈനിങ്ങിലേക്ക് ചേർത്തടിച്ചതിന് ശേഷം ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്തടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്കുകൾ ഇടാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് ഇടാം സെൻറ്റർ കൂടെ. ഇനി ഇവിടെ പിടിച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോയിൻ്റ് പിടിച്ചാൽ മതി. ഇവിടെ എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് അതുപോലെ തയ്ച്ചെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി ബാക്കിൽ നമുക്കിതിൻ്റെ സിബ് വയ്ക്കണം. ഈ കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് ചേർത്തടിക്കാം ആദ്യം. അതിനുശേഷം ഈ പീസ് ഇവിടെ അധികം വെച്ച 1/2 ഇഞ്ച് ഇതിനോട് ചേർത്തടിക്കുക.
അതിനുശേഷം ഇതിൻ്റെ 4 സൈഡും അടിച്ചിട്ട് ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇൻവേഴ്സിബിൾ സിബാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ പൂട്ടൊന്ന് മാറ്റിയെടുക്കണം. ഈ സിബ് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു തൈലിടാം. നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള തയ്യെത്തുമ്പോൾ ഇവിടെ വിട്ടതിന് ശേഷം താഴത്തേക്ക് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കുക. ഇനി ഇവിടെ ഒന്ന് ചേർത്തടിക്കാം. അതിനുശേഷം അതിലുള്ള ഈ സിബ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ പീസ് ഇവിടെ നിന്ന് വെച്ച് ചേർത്തടിക്കാം. ഇനി ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കുക. ഇനി ഫ്രണ്ട് ഇതേപോലെ വെച്ചിട്ട് ഈ യോക്ക് അറ്റാച്ച് ചെയ്യുക. ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു തൈലിട്ടാൽ മതി. ഇതേപോലെ 2 തൈലിട്ടതിന് ശേഷം ഒന്ന് ഓവർലോക്ക് അടിച്ചെടുക്കുക. ഇനി ഇതേപോലെ തിരിച്ചെടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക. അപ്പോൾ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഒരു മേൽത്തൈലിടാം. അതായത് ലൈനിങ്ങിലേക്ക് മേൽത്തൈലിടുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്ത് അടിക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് 10.5 ഇഞ്ചോളം വരുന്നുണ്ട്. ഇങ്ങോട്ടൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് പ്ലീറ്റുകൾ ഇടാം. സൈഡിലേക്ക് ഓരോ പ്ലേറ്റ് കൂടി ഇടാം. കുറച്ചധികം വരുന്നുണ്ട്. 7 ഇഞ്ച് കറക്റ്റ് വരുന്നുണ്ട്. ഇനി ഇതിലും അതേപോലെ ഇടാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൂസ് വേണ്ടത് 17 ഇഞ്ചാണ്. ഇതിലാകെ 19 ഇഞ്ച് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതേപോലെ അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇനി യോക്കും ഇതും കൂടെ അറ്റാച്ച് ചെയ്യാം. ഇവിടെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ജോയിൻറ്റ് ഇല്ലാതെ കിട്ടണമെങ്കിൽ ഒരു 60 ഇഞ്ച് വീതിയെല്ലാം വേണം തുണി. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഓപ്പണാണ് കരഭാഗം. ഇവിടെ ഞാൻ കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് യോക്ക് അറ്റാച്ച് ചെയ്യാം. ഇനി അതേപോലെ ഇതിൻ്റെ അടുത്ത സൈഡിൽ ഇതേപോലെ ബാക്കും അറ്റാച്ച് ചെയ്യാം. ഇനി അതിന് ശേഷം ലൈനിങ് അപ്പോൾ ഇതേപോലെ വെച്ച് അടിക്കുക. ഇനി ഇത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും.
തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് പോകും. ഇവിടെ കറക്റ്റായിട്ട് വരും. ഇതേപോലെ അടുത്ത ഭാഗം അടിക്കാം. ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് ഇതേപോലെ ലൂസിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. 1.25 ഇഞ്ച് ഇടാം. ഇവിടെ 1.25 ഇഞ്ചേ വരുന്നുള്ളൂ. ഇവിടെ ഇതേപോലെ ഇതുവരേക്ക് ക്രോസിൽ തയ്ച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇതുവരെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒരു തൈലും കൂടി ഇടാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. അപ്പോൾ അതേപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിമറിച്ചിട്ട് ബോട്ട് അടിക്കാം. ഇവിടെ ലൈനിങ് നേരത്തെ ഞാൻ ബോട്ട് അടിച്ചിട്ടുണ്ട്. ബോട്ട് അതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ബോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.